നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ഡൈവേർജൻസ് തിയറം. ലെറ്റ് ക്യാപിറ്റൽ ജി, ഞാൻ ഫസ്റ്റ് ഈ തിയറം എന്താണെന്ന് പറയാം. ലെറ്റ് ക്യാപിറ്റൽ ജി ബി എ സോളിഡ്. തൊട്ട് മുന്നേ ഫസ്റ്റ് തിയറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഒരു റീജിയൻ ആയിരുന്നു. ഗ്രീൻസ് തിയറത്തിൽ ലെറ്റ് ആർ ബി എ ക്ലോസ്ഡ് റീജിയൻ അതായിരുന്നു. സെക്കൻഡ് ഇൻ തിയറത്തിൽ അത് സർഫസ് ഇൻ്റഗ്രൽ ആയിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സർഫസ് ആയിരുന്നു. മൂന്നാമത്തെ ഇവിടെ നമ്മൾ പറയണത് ജി ബി എ സോളിഡ്. നിങ്ങൾ മനസ്സിലാവും, ഈ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ നമ്മൾ ഒരു റീജിയണിലായിരുന്നു ഗ്രീൻസ് തിയറി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സർഫസ് ഇൻ്റഗ്രൽ ഒരു സർഫസിലായിരുന്നു. മൂന്നാമത്തെ ഒരു സോളിഡിലാണ്. ലെറ്റ് ക്യാപിറ്റൽ ജി ബി എ സോളിഡ് whose surface sigma is oriented outward. If f of xyz equal to small f of xyz I plus g of xyzj plus h of xyzk, അഥവാ നിങ്ങൾക്ക് ഫീൽഡ് തന്നിട്ടുണ്ടായിരിക്കും. വേർ എഫ് ജി എച്ച് ഹാവ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓൺ സം ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ജി ആൻഡ് ഇഫ് എൻ ഈസ് ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ ഓൺ സിഗ്മ, ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ദാറ്റ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി dvf, that is divergence of f, dvf into dv. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സ്, ഔട്ട്വേർഡ് ഫ്ലെക്സ്. ദാറ്റ് ഈസ് ഔട്ട്വേർഡ് ഫ്ലെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുക, ഇതിന്ന് തല തിരിഞ്ഞോ വളഞ്ഞോ ഇൻഡയറക്റ്റ് ആയിട്ടോ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ചോദിക്കുക, ഫൈൻഡ് ഔട്ട്വേർഡ് ഫ്ലെക്സ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി. ഇനി എക്സാമിന് ചോദിക്കുക യൂസിങ് ഡൈവേർജൻസ് ചെയ്യാം. നമ്മൾ ഇന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, കാരണം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്സാവരുത്. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും, എഫ് തന്നിട്ടുണ്ടായിരിക്കും, അതേപോലെ ഒരു സർഫസ് തന്നിട്ടുണ്ടായിരിക്കും. എഫ് തന്നിട്ടുണ്ടായിരിക്കും, അതേപോലെ സർഫസ് തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് കണ്ടുപിടിക്കാൻ പറയാം ഫൈൻഡ് ഔട്ട്വേർഡ് ഫ്ലെക്സ്. യൂസിങ് ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ച് ഔട്ട്വേർഡ് ഫ്ലെക്സ് കണ്ടുപിടിക്കാൻ പറയും. ക്വസ്റ്റ്യൻ അതേപോലെ ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ്? തന്നിട്ടുള്ള ഡബിൾ ഇൻ്റഗ്രലിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്ത്, ദാറ്റ് ഈസ് അതാണ് ഡൈവേർജൻസ് തിയറം. ഒരു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ഡി എസ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയണ സാധാരണ നോർമൽ ഇൻ്റഗ്രലിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി. തന്നിട്ടുള്ള സോളിഡിൽ നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. എന്തിന് ചെയ്യണം? എന്താണോ വെക്റ്റർ ഫീൽഡ് അതിൻ്റെ ഡൈവേർജൻസിനെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്താൽ മതി. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ലെറ്റ് ക്യാപിറ്റൽ ജി ബി എ സോളിഡ് whose surface sigma is oriented outward. If f of xyz equal to small f of xyzi plus g of xyzj plus h xyzk, അഥവാ നിങ്ങൾക്ക് വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട്, അതേപോലെ ഒരു സോളിഡ് തന്നിട്ടുണ്ട്. എന്ത് വേണം? ഈ തിയറം ഉപയോഗിക്കണമെങ്കിൽ എഫ് ജി എച്ച് അതെന്തായിരിക്കണം? അതിൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, പിന്നെ എന്ന് പറയുന്നതാണ്? എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സർഫസിൻ്റെ നോർമൽ വെക്ടറാണ്. നോർമൽ വെക്ടർ മാത്രമല്ല, യൂണിറ്റ് നോർമൽ വെക്ടറാണ്. അഥവാ ഒരു സർഫസ്, ഞാൻ ഈ സർഫസ് എടുക്കുകയാണെങ്കിൽ ഈ സർഫസിൻ്റെ ഇവിടുത്തെ നോർമൽ വെക്ടർ പറഞ്ഞാൽ നേരെ മുകളിലോട്ടുള്ള വെക്ടറാണ്. ഇവിടുത്തെ നോർമൽ വെക്ടർ പറഞ്ഞാൽ ഈ സർഫസിനോട് നോർമലായ വെക്ടർ. അഥവാ എൻ എന്ന് പറയുന്നത് നോർമൽ വെക്ടറും മാത്രമല്ല യൂണിറ്റ് നോർമൽ വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി എഫ് ഇൻറ്റു ഡി വി. ഓക്കെ, മനസ്സിലായോ? തിയറം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് ദി ഡൈവേർജൻസ് തിയറം ഫൈൻഡ് ഔട്ട്വേർഡ് ഫ്ലെക്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. യൂസിങ് ഡൈവേർജൻസ് തിയറം ഫൈൻഡ് ഔട്ട്വേർഡ് ഫ്ലെക്സ് ഓഫ് ദി വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സെഡ് കെ. ആകെ ഒറ്റ ടേമുള്ളൂ, ഐയുടെയും ജെയുടെ കമ്പോണൻസ് ഇല്ല. സെഡ് കെ അക്രോസ് ദി സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അവിടെ തന്നിട്ടുള്ളത് സ്ഫിയർ ആണ്, അതാ റേഡിയസ് എ ആയിട്ടുള്ള സ്ഫിയർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് ഗ്രീൻസ് തിയറം ഔട്ട്വേർഡ് ഫ്ലെക്സ്. ദെയർഫോർ ഔട്ട്വേർഡ് ഫ്ലെക്സ് സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്. ഞാൻ പറഞ്ഞു ഇതാണ് ഔട്ട്വേർഡ് ഫ്ലെക്സ്. ദാറ്റ് ഈസ് ഔട്ട്വേർഡ് ഫ്ലെക്സ് ഈക്വൽ ടു
സിഗ്മ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ദാറ്റ് ഈക്വൽ ടു എന്താണ് ഡൈവേർജൻസ് തിയറം ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡിവി എഫ് ഇൻറ്റു ഡി വി. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി, ഈ ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. സർഫസ് ഇൻ്റഗ്രലിലെയും ഗ്രീൻസ് തിയറത്തിലെയും അതേപോലെ ഡൈവേർജൻസ് തിയറത്തിലെയും മെയിൻ ആയിട്ടുള്ള റിസൾട്ട് അഥവാ ഈ തിയറത്തിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം. ദാറ്റ് ഈസ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ദാറ്റ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി എഫ് ഇൻറ്റു ഡി വി. ഇനി എഫ് നിങ്ങൾക്കറിയാം, എഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു സെഡ് കെ ആണ്. എഫ് ഈക്വൽ ടു സെഡ് കെ. ശരിക്കും എഫ് ഈക്വൽ ടു ഈ രീതിയിലാണ് തരിക, എഫ് ഐ പ്ലസ് ജെ പ്ലസ് എച്ച് കെ. പക്ഷേ ഇവിടെ എച്ച് മാത്രമേ ഉള്ളൂ, ബാക്കി ഈ രണ്ട് ടേമും 0 ആണ്. എന്താണ് ഡി വി എഫ്? ഡി വി എഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വി എഫ് ഈക്വൽ ടു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ സെഡ്. ഇതാണ് ഡി വി എഫ്. ഇവിടെ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എഫ് ഈക്വൽ ടു 0 ആണ്, ജി ഈക്വൽ ടു 0 ആണ് ആൻഡ് എച്ച് ഈക്വൽ ടു സെഡ് ആണ്. ദെർഫോർ 0 ഫസ്റ്റ് ഈ ടേം 0 വരും, ഈ ടേം 0 വരും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ 1 വരും. ദെർഫോർ ഡി വി എഫ് ഈക്വൽ ടു ഡി വി എഫ് ഓക്കെ എവിടെ ഇവിടെ വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ടല്ലോ. വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡിൽ എന്താണ് ശരിക്കും ഇവിടെ ഇങ്ങനെ കിടക്കണേ 0i പ്ലസ് 0j പ്ലസ് സെഡ് കെ. ഇവിടെ എഫ് ഐയുടെ കൂടുതൽ ടേമാണ് എഫ്, അതേപോലെ ജെയുടെ കൂടുതൽ ടേമാണ് ജി, കെയുടെ കൂടുതൽ ടേമാണ് എച്ച്. പക്ഷേ ഇത് രണ്ടും എഴുതാത്ത കാരണം എന്താണ്, അവിടെ 0 എന്നാണ്. ഓക്കെ. ദെർഫോർ വെക്റ്റർ ഫീൽഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, അഥവാ ഒരു ടേം ഇല്ലെങ്കിൽ ആ ടേം 0 എന്നാ. അത് 0 ആയതുകൊണ്ട് നമ്മൾ എഴുതാത്തത്. ദെർഫോർ ഇത് സംശയമുള്ളത് ഇതേപോലെ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ. ദെർഫോർ ഡി വി എഫ് ഈക്വൽ ടു 1. ശരിയല്ലേ? ഡി വി എഫ് ഈക്വൽ ടു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ സെഡ്. നമുക്കറിയാം ഈ 0യുടെ എന്ത് ഡെറിവേറ്റീവ് ചെയ്യാനും 0 ആണ്. ദാറ്റ് ഈസ് 0 പ്ലസ് സെഡിൻ്റെ എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 1 കിട്ടും. Therefore, this equal to triple integral over G 1 into dv. ഇതെന്തായിരുന്നു? ഇത് സ്ഫിയർ ആയിരുന്നു അല്ലേ? തന്നിട്ടുണ്ട് ഈ സർഫസ്, ഈ സോളിഡ് പറഞ്ഞ എന്താണ്, ഈ സോളിഡ് പറഞ്ഞ തന്നിട്ടുള്ള സർഫസ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇത് പറഞ്ഞ എന്താ, ഒരു സ്ഫിയർ ആണ്. സ്ഫിയർ അഥവാ റേഡിയസ് എ ആയ ഒരു സ്ഫിയർ ദാറ്റ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി. ഇത് പറഞ്ഞാൽ എന്താ, ട്രിപ്പിൾ ഇൻ്റഗ്രൽ നമ്മൾ ഒരു വോളിയം ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ സോളിഡിൻ്റെ വോളിയാണ് കിട്ടുക. ഇത് ഇനി വാല്യൂറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ജി എന്ന് പറയുന്നത് എന്താണ്, എ റേഡിയസ് ആയ ഒരു സ്ഫിയറാണ്. അതിനെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്, അതിൻ്റെ വോളിയാണ് കിട്ടുക. ദെർഫോർ വോളിയം ഓഫ് സ്ഫിയർ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതന്നെ കിട്ടുക. ഇത് ഇവാലുവേറ്റ് ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലത്. അതൊന്നും കൂടി പറയാം, നമ്മൾ ഒരു സോളിഡിനെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ, ഇവിടെ ഒന്നും വരാൻ പറ്റില്ല, ഇവിടെ 1 മാത്രമേ വരാൻ പറ്റുള്ളൂ. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ എ സോളിഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ തെറ്റി. ഇവിടെ ഫംഗ്ഷൻ എന്തായിരിക്കണം, 1 ആയിരിക്കണം. അപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഒരു സോളിഡിൻ്റെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സോളിഡിൻ്റെ വോളിയാണ് കിട്ടുക. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡബിൾ ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ ഏരി കിട്ടും, ട്രിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ ആ എന്താണ് ആ ഒബ്ജക്റ്റ്, അതിൻ്റെ വോളിയം കിട്ടും. ദെർഫോർ വോളിയം ഓഫ് ദി സ്ഫിയർ വിത്ത് റേഡിയസ് എന്തായിരുന്നു, എ. നമുക്കറിയാം എ റേഡിയസ് ആയ ഒരു സ്ഫിയറിൻ്റെ വോളിയം ദാറ്റ് ഈസ് 4/3 πa³. ഇതാണ് ആൻസർ. ഓക്കെ, ഇതാണ് ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂസ് ദി ഡൈവേർജൻസ് തിയറം ഫൈൻഡ് ഔട്ട്വേർഡ് ഫ്ലക്സ്. ഞാൻ വീണ്ടും പറഞ്ഞു, ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഓരോ ഭാഗം പഠിക്കുമ്പോഴും ഇങ്ങനെ ആയിരിക്കും, ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് ആൾറെഡി നിങ്ങൾ മനസ്സിലാക്കി പോകണം. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും.
യൂസ് ഡൈവേർജൻസ് തിയറം ടു ഫൈൻഡ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്റ്റർ ഫീൽഡ്. ഇവിടെ നോക്ക്, തൊട്ട് മുന്നത്തെ അതേ ക്വസ്റ്റ്യൻ പോലെയാണ്. എന്താ വ്യത്യാസമുള്ളത്? എഫ് നിങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ഫിയർ ആയിരുന്നു, അതിന് പകരം ഇവിടെ എന്താണ് യൂണിറ്റ് ക്യൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സോളിഡ് യൂണിറ്റ് ക്യൂബാണ്. യൂണിറ്റ് ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും വണ്ണായ ഒരു ക്യൂബ്. ഓക്കെ, മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഔട്ട്വേർഡ് ഫ്ലക്സാണ്. ദാറ്റ് ഈസ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു എന്താണ് ഔട്ട്വേർഡ് ഫ്ലക്സ്? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്. ഇതാണ് ഔട്ട്വേർഡ് ഫ്ലക്സ് ബൈ ഡൈവേർജൻസ് തിയറം. നിങ്ങൾ എക്സാമിന് ഇതേപോലെ ജസ്റ്റ് ഏതാണോ ആ റിസൾട്ട് ഫസ്റ്റ് എഴുതി വെക്കണം. ഔട്ട്വേർഡ് ഫ്ലക്സ് എന്താണെന്നുള്ളത് ഫസ്റ്റ് എഴുതി വെക്കണം. ദാറ്റ് ഈസ് ബൈ ഡൈവേർജൻസ് തിയറം ദിസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ജി ഡി വി എഫ് ഇൻറ്റു ഡി വി. നമുക്കറിയാം ജി തന്നിട്ടുണ്ട്. ജി എന്താണ്? ഒരു സോളിഡാണ്. ദാറ്റ് ഈസ് യൂണിറ്റ് ക്യൂബാണ് ജി. ദെർഫോർ ദിസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ജി. എന്താണ് എഫ് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു നിങ്ങൾ ക്വസ്റ്റ്യൻ എഫ് എന്തായാലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് 2xi പ്ലസ് 3yj പ്ലസ് z²k. ഇതാണ് എഫ്. ഇനി എന്താണ് ഡി വി എഫ്? ഡി വി എഫ് ഈക്വൽ ടു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ സെഡ്. ദാറ്റ്സ് ഈക്വൽ ടു എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യാം. ദാറ്റ് ഈസ് 2 കിട്ടും. വൈനെ വിത്ത് റെസ്പെക്ട് ടു ജീനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യാം. ദാറ്റ് ഈസ് 3yനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 3 കിട്ടും. ഇനി എച്ചിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡെറിവേറ്റീവ് ചെയ്യുക. ദാറ്റ് ഈസ് 2z കിട്ടും. ദാറ്റ് ഈക്വൽ ടു 5 പ്ലസ് 2z. ഇതാണ് ഡി വി എഫ്. ദെർഫോർ 5 പ്ലസ് 2z ഇൻറ്റു ഡി വി. എന്താണ് ഡി വി? ഡി വി പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇതാണ് ഡി വി. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ലിമിറ്റ് അറിയണം. എന്താണ് ലിമിറ്റ്? യൂണിറ്റ് ക്യൂബാണ്. ഞാൻ ഒന്നും കൂടി ഇവിടെ വൃത്തിയിൽ വരക്കാം. യൂണിറ്റ് ക്യൂബ് എക്സ് വൈ പ്ലെയിനിൽ ഇതാണ്. ഇത് ഫസ്റ്റ് ക്വാർട്ടറിൽ കിടക്കുകയാണ്. ഒരു സൈഡ് എക്സിൽ 1 യൂണിറ്റ് വരും, വൈയിൽ 1 യൂണിറ്റ് വരും, സെഡിൽ 1 യൂണിറ്റ് വരും. ദാറ്റ് ഈസ് എക്സ് വാരി ചെയ്യുന്നത് 0 to 1, വൈ വാരി ചെയ്യുന്നത് 0 to 1. കാരണം യൂണിറ്റ് ക്യൂബാണ്. സെഡ് വാരി ചെയ്യുന്നത് 0 to 1. ദാറ്റ് ഈസ് മൂന്നിൻ്റെയും ലിമിറ്റ്, എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് 0 to 1, 0 to 1, 0 to 1. കാരണം യൂണിറ്റ് ക്യൂബ് ആയതുകൊണ്ട്. നെക്സ്റ്റ് 5 പ്ലസ് 2z ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ദാറ്റ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഫസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ 0 to 1 ഇവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് അത് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ വെക്കാം. 5 പ്ലസ് 2z. ഇനി നമ്മൾ ചെയ്യണത് ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യണത്. നമുക്കറിയാം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1ൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - 0 വരും. ദാറ്റ് ഈസ് 1. Therefore, this equal to integral 0 to 1 1 into 5 plus 2z into dy dz. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ വൈയുടെ ടേമില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം? 5 plus 2z വേണമെങ്കിൽ വീണ്ടും പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇൻ്റഗ്രൽ 0 to 1 dy dz. വീണ്ടും പഴയ പോലെ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും 1 വരും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 5 plus 2z ഇൻറ്റു ഡി സെഡ്. ഇനി നമ്മൾ ഇതിൽ സെഡിന് ടേം ഉണ്ടായതുകൊണ്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റൂല. ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 5z പ്ലസ് 2z² ഡിവൈഡ് ബൈ 2. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും 0 to 1. ദാറ്റ് ഈക്വൽ ടു 2 to 1 ക്യാൻസൽ ചെയ്യാം. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 പ്ലസ് 1² ദാറ്റ് ഈസ് 6 മൈനസ് ലോ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. ദാറ്റ് ഈസ് 6. ആൻസർ 6. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ യൂസ് ഡൈവേർജൻസ് തിയറം. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈ തിയറി ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കാം? ഫൈൻഡ് ഔട്ട്വേർഡ് ഫ്ലക്സ് യൂസ് ഗ്രീൻസ് തിയറി ഒന്നും ചോദിക്കാതെ ഫൈൻഡ് ഔട്ട്വേർഡ് ഫ്ലക്സ്. അതേപോലെ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു വെക്റ്റർ ഫീൽഡും ഒരു സോളിഡ് ഒരു സർഫസും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കേണ്ടത് ഡൈവർജൻസ് തിയറാണ്. ഫൈൻഡ് ഔട്ട്വേർഡ് ഫ്ലക്സ്. രണ്ടാമത്തെ ടൈപ്പ് ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരിക്കും യൂസിങ് ഡൈവർജൻസ് തിയറം. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഡയറക്റ്റ് ആയിരിക്കും വീണ്ടും വരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യും ഫൈൻഡ് ഔട്ട്വേർഡ് ഫ്ലക്സ് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് യൂസ് ദി ഡൈവർജൻസ് തിയറം ടു ഫൈൻഡ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ്. എഫ് ആദ്യം ഞാൻ എടുത്ത ഇതാണ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഐ പ്ലസ് വൈ ക്യൂബ് ജെ പ്ലസ് സെഡ് സ്ക്വയർ കെ across the surface of the region that is enclosed by the circular cylinder x square plus y square equal to 9 and the plane z equal to 0 and z equal to 2. ഫസ്റ്റ് നമുക്ക് ഈ സർഫസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് എന്താണ്? സർക്കുലർ സിലിണ്ടർ ആണ്. സർക്കുലർ സിലിണ്ടർ ഞാൻ ഇവിടെ അതിൻ്റെ ജോമെട്രി ഒന്ന് വരയ്ക്കാൻ പോവാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. ശരിക്കും പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 പറഞ്ഞാൽ ഒരു 3 റേഡിയസ് ഉള്ള സർക്കിളാണ്. പക്ഷേ പറഞ്ഞിട്ടുണ്ട് ഇത് സർക്കുലർ സിലിണ്ടർ ആണെന്നുള്ളത്. അഥവാ 3 ഡയമെൻഷനുള്ള അഥവാ ഇതിൻ്റെ മുകളിൽ ഒരുപാട് സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് ഒരു സിലിണ്ടർ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സിലിണ്ടർ ആയിരിക്കും. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ 3 ഡയമെൻഷനുള്ള സിലിണ്ടറിൻ്റെ ഇക്വേഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. നമുക്കറിയാം ഈ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ആണ്. പക്ഷേ സെഡ് പൊങ്ങിന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഈ സർക്കിളിനെ നമ്മൾ എത്ര വേണമെങ്കിലും പൊക്കവും താത്തും ചെയ്യാം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ആവും. സെഡിൻ്റെ ടേം കൂടി എഴുതി കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായി. ഇവിടെ സെഡ് ഈക്വൽ ടു 1 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 എന്ന സിലിണ്ടറിനെ ഇങ്ങനെ പൊക്കി വെച്ചേക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള റീജിയൻ എന്തായിരുന്നു? അക്രോസ് ദി സർഫസ് ഓഫ് ദി റീജിയൻ ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ ദി സർക്കുലർ സിലിണ്ടർ. അഥവാ നമ്മളെ സർഫസ് നമ്മളെ സോളിഡ് നമ്മൾ തന്നിട്ടുള്ള റീജിയൻ എന്താണ്? ഒരു സിലിണ്ടറിൻ്റെ അകത്താണ്. മാത്രമല്ല സെഡ് ഈക്വൽ ടു 0. സെഡ് ഈക്വൽ ടു 0 എന്താ? എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനും അതേപോലെ സെഡ് ഈക്വൽ ടു പറഞ്ഞാൽ എന്താ? 2 പൊക്കത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുത്ത് ഈ 3 ഡയമെൻഷനിൽ വെച്ച് ഈ ഇൻഫിനിറ്റ് സിലിണ്ടറിനെ സെഡ് ഈക്വൽ ടു 0 എന്താ? എക്സ് വൈ പ്ലെയിനും. സെഡ് ഈക്വൽ ടു 1 പറഞ്ഞാൽ എന്താ? ഇത്രയും പൊക്കത്തിൽ കട്ട് ചെയ്യുക. സെഡ് ഈക്വൽ ടു 2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നും കൂടി ഹൈറ്റിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ പോലെ ആയിരിക്കും അതിൻ്റെ നമ്മളെ ഷേപ്പ്. സർക്കുലർ സിലിണ്ടർ ആണ്. സെഡ് ഈക്വൽ ടു 0ലും കട്ട് ചെയ്തു, സെഡ് ഈക്വൽ ടു 2ലും കട്ട് ചെയ്തു. അപ്പോൾ നമ്മളെ റീജിയൻ എന്താണ്? ഇതേപോലത്തെ ഒരു സർക്കുലർ സിലിണ്ടർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കേണ്ട ഔട്ട്വേർഡ് ഫ്ലക്സാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണില്ല. എഫും ഡോട്ട് എൻ ഡി എസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണില്ല. ഇത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ദിസ് ഈക്വൽ ടു ബൈ ഡൈവർജൻസ് തിയറം. ദിസ് ഈക്വൽ ടു നമ്മൾ ഈ തിയർ ഉപയോഗിക്കുന്നത് ഡിവ് എഫ്. അഥവാ ഇത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ എൻ കണ്ടുപിടിക്കുക, എന്നിട്ട് എഫിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കറിയാം ഫസ്റ്റ് ലൈൻ ഇൻ്റഗ്രലിലെ ഫസ്റ്റ് ഫോം ആയിരുന്നു ഡി എസ് വരുമ്പോൾ നമ്മൾ ചെയ്യണ കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആർ ഓഫ് ടി കണ്ടുപിടിക്കും. എന്നിട്ട് ആർ ഓഫ് ടിയിലെ എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ഒക്കെ ആ ഫംഗ്ഷനിൽ കൊടുക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ ഇൻ്റഗ്രലിലെ ഫസ്റ്റ് ടൈപ്പായിരുന്നു ഇത്. ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഔട്ട്വേർഡ് ഫ്ലക്സ് പറഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ട്രിപ്പിൾ ഇൻ്റഗ്രലിലേക്ക് മാറ്റിയിട്ട് ചെയ്യും. അതാണ് എന്ത്? ഡൈവർജൻസ് തിയറം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡിവി എഫ് ഇൻറ്റു ഡി വി. എന്താണ് ഡിവി എഫ്? ഈക്വൽ ടു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. ദാറ്റ് ഈസ് 3x സ്ക്വയർ പ്ലസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം 3y സ്ക്വയർ പ്ലസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യണം. ദാറ്റ് ഈസ് 2z. ഓക്കെ, ദെർഫോർ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി എഫ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ പ്ലസ് 2z ഇൻറ്റു ഇനി എന്താണുള്ളത്? ഡി സെഡ് അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, ഡി വി പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡി എക്സ് ഡി വൈ ഡി സെഡാണ്.
പക്ഷെ നമ്മൾ റീജണ് നമ്മൾ തന്നിട്ടുള്ള റീജണ് താഴെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സർക്കിളാണ്. എക്സ് വൈ പ്ലെയിനിൽ സർക്കിളാണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ആണ് എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഡി എക്സ് ഡി വൈ ഇത് നമ്മൾ എന്ത് ചെയ്തു നേരെ പോളാറിലേക്ക് മാറ്റും. എങ്ങനെ പോളാറിലേക്ക് മാറ്റാം? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ കൊടുക്കും, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ കൊടുക്കും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്തായി? ആർ സ്ക്വയർ ആയി. നെക്സ്റ്റ് ഡി എക്സ് ഡി വൈ ഇതിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തന്നിട്ടുള്ള റീജിയൻ സർക്കിൾ പോലെയാണെങ്കിൽ ഇവിടെ നമ്മൾ 3 ഇൻ്റഗ്രൽ ചെയ്യണം. സെഡിൻ്റെ ലിമിറ്റ് നമ്മൾ കൃത്യമായി അറിയാം, 0 മുതൽ 2 വരെ. ഇനി എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് എക്സ് വൈ പ്ലെയിനിലാണ് കിട്ടുക. എക്സ് വൈ പ്ലെയിൻ നോക്കുമ്പോൾ നോക്കുക സർക്കിളാണ് കിട്ടുക. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റൂട്ട് ഓഫ് ഒക്കെ വരും. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, സർക്കിൾ വരികയാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ 3 ഇവിടെ നിന്ന് 3 എന്ത് ചെയ്യാം പുറത്തേക്ക് എടുക്കാം. 3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2z ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് ദാറ്റ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ 3 ഇൻറ്റു എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ നെക്സ്റ്റ് പ്ലസ് 2z നെക്സ്റ്റ് ഡി എക്സ് ഡി വൈ എന്നാൽ ഡി എക്സ് ഡി വൈ ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റ ഇൻറ്റു ഡി സെഡ് ദാറ്റ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഒന്ന് അകത്തോട്ടെടുത്തു 3r ക്യൂബ് പ്ലസ് 2z ആർ നെക്സ്റ്റ് ഡി ആർ ഡി തീറ്റ ഡി സെഡ്. ഇനി ആറും തീറ്റയും എന്താണ്? ആറിൻ്റെയും തീറ്റയുടെ ലിമിറ്റ് എന്താ? ഇത് സർക്കിൾ ഏതാണ്? 3 റേഡിയസ് ഉള്ള സർക്കിളാണ്. ഞാൻ ഇവിടെ ഒന്നും കൂടി വരയ്ക്കുകയാണ്. 3 റേഡിയസ് ഉള്ള സർക്കിളാണ്. റേഡിയസ് 3 ആണ്. അപ്പോൾ 6 വാരി ചെയ്യുന്നത് 0 നിന്ന് 3 വരെ. റേഡിയസ് 3 ആണെങ്കിൽ 6 വാരി ചെയ്യുന്നത് 0 മുതൽ 3 വരെ. തീറ്റ വാരി ചെയ്യണതോ? തീറ്റ ഫുൾ സർക്കിളാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് തീറ്റ 0 to 2π. ദെർഫോർ ഫസ്റ്റ് നമ്മൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ 3r ക്യൂബ് പ്ലസ് 2zr ഡി ആർ ഡി തീറ്റ ഡി സെഡ്. ആറിൻ്റെ ലിമിറ്റ് നമ്മൾ ഇവിടെ എഴുതും 0 to 3. തീറ്റയുടെ ലിമിറ്റ് ഇവിടെ എഴുതും 0 to 2π. സെഡിൻ്റെ ലിമിറ്റോ നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സെഡ് എവിടെ നിന്നാണ്? സെഡ് ഇസ് ഈക്വൽ ടു 0. ഈ പ്ലെയിനിൽ നിന്ന് ഇല്ല മുകളിലോട്ട് നോക്കി ഏത് വരെ പോകും? സെഡ് ഈക്വൽ ടു 2 വരെ. ദാറ്റ് ഈസ് 0 to 2. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇത്രയും ലിമിറ്റ് ഇത്രയും മനസ്സിലായോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ ഈ ഭാഗം? ഹലോ ഹലോ ആ അല്ല, ആരും ലെഫ്റ്റ് ആയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റഗ്രൽ 0 to 3r സ്ക്വയർ r ക്യൂബ് പ്ലസ് 2zr നെക്സ്റ്റ് ഡി ആർ ഡി തീറ്റ ഡി സെഡ്. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യും. ഈ രണ്ട് ഇതും ഇതുപോലെ തന്നെ എഴുതും. നെക്സ്റ്റ് ഇത് 0 to 2π. നെക്സ്റ്റ് നമ്മൾ ചെയ്യണത് 3r ക്യൂബ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 3r⁴/4 പ്ലസ് 2zr സ്ക്വയർ ബൈ 2 വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to 3 ഡി തീറ്റ ഡി സെഡ്. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ 0 to 2π. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 3⁴ ഡിവൈഡ് ബൈ 4 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി പ്ലസ് 3 ദാറ്റ് ഈസ് 9z മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയിപ്പോവും. ദെർഫോർ 0 ഇൻറ്റു ഡി തീറ്റ ഡി സെഡ്. ഓക്കെ, നെക്സ്റ്റ് ഇത് അതേപോലെ തന്നെ എഴുതാം. നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക എന്താണുള്ളത്. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 2 0 to 2π
നെക്സ്റ്റ് 3 into 3 raised to 4 that is 3 raised to 5 divided by 4 plus 9z into d theta dz. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ചെയ്യണത്. ഇതിൻ്റെ അകത്ത് തീറ്റ പറഞ്ഞ ടേമേ കിടക്കണില്ല. അതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 നെക്സ്റ്റ് 3 raised to 5 divided by 4 plus 9z into integral 0 to 2 pi d theta into dz. ഓക്കെ, അഥവാ ഇവിടെ തീറ്റ ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്താൽ വേണമെങ്കിൽ ഇത് ഔട്ട് സൈഡ് എടുക്കാം. ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് ചെയ്താൽ മനസ്സിലാവും. തീറ്റ കിട്ടും, തീറ്റയുടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് 2 pi കിട്ടും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 2 3 raised to 5 divided by 4 plus 9z into 2 pi into dz. ഇനി വിത്ത് റെസ്പെക്ട് ടു സെഡും കൂടിയും ചെയ്യാണ്ട് 2 pi വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 2 pi ഇൻ്റഗ്രൽ 0 to 2 3 raised to 5 divided by 4 plus 9z into dz. ചെയ്യുമ്പോൾ എന്തായി, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 pi into 3 raised to 5 by 4z plus 9z square divided by 2. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to 2. ദാറ്റ് ഈക്വൽ ടു 2 pi. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി, 3 raised to 5 divided by 4 into 2 പ്ലസ് ഇവിടെ 9 square divided by 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയിപ്പോയി. അത് ചെയ്യണില്ല. ദാറ്റ് ഈക്വൽ ടു 2 pi. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 3 raised to 5 divided by 2. ഇവിടുത്തെ ഒരു 2 ഇവിടുത്തെ ഒരു 2 ക്യാൻസൽ ചെയ്യാം. പ്ലസ് 2 into ദാറ്റ് ഈസ് 18. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ഒന്ന് സിമ്പിളിഫൈ ചെയ്ത് നോക്കുക. എന്താ 3 raised to 5 243 സംതിങ് തോന്നുന്നുണ്ട്. ഓക്കെ, 243 സംതിങ്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന PDF ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഉണ്ട്. ഓക്കെ, എനിക്കാണെ 279 pi സംതിങ് ആയിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ സർക്കിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വേഗം അതിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, റെഡിയാണോ, മനസ്സിലായോ? ഓക്കെ, അടുത്ത പ്രോബ്ലത്തിൽ പോവാം. വെരിഫൈഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് ഗ്രീൻസ് തിയറം എടുത്തപ്പോൾ അതിലും ഒരു ക്വസ്റ്റ്യൻ വരാം, വെരിഫൈ ഗ്രീൻസ് തിയറം എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള PDF ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. വെരിഫൈ ഗ്രീൻസ് തിയറം നമ്മൾ ക്ലാസ് ചെയ്തിട്ടില്ല, ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ചോദിക്കും, വെരിഫൈ ഡൈവേർജൻസ് തിയറം by evaluating the surface integral and the triple integral for f of xyz equal to xi plus yj plus zk. Sigma is the spherical surface x square plus y square plus z square equal to 1. മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ചെയ്യണതും അതേപോലെ തന്നിട്ടുള്ള നിങ്ങൾക്ക് സെൻഡ് ചെയ്യണ PDF ക്വസ്റ്റ്യൻസ് തറവായി പോവുക. ഓക്കെ, ഇവിടെ വെരിഫൈ ഗ്രീൻസ് തിയറം ആണ്. ഫസ്റ്റ് എന്താണ് ഗ്രീൻസ് തിയറം എഴുതി വെക്കണം. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി എഫ് ഇൻറ്റു ഡി വി. ഇതാണ് ഡൈവേർജൻസ് തിയറം. ഗ്രീൻസ് തിയറം അല്ല, ഇതാണ് ഡൈവേർജൻസ് തിയറം. ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. തൊട്ട് മുന്നേ നമ്മൾ എന്തായിരുന്നു, ഇത് ഈക്വൽ ടു ഇത് എഴുതിയിട്ട് ഇത് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചോദിച്ചുള്ളത് വെരിഫൈ ഡൈവേർജൻസ് തിയറം ആണ്. ദാറ്റ് ഈസ് ഡൈവേർജൻസ് തിയറം ശരിയാണ് തെളിയിക്കണം ഫോർ ദിസ് ഫീൽഡ് ആൻഡ് ദിസ് സോളിഡ്. അഥവാ തന്നിട്ടുള്ള സോളിഡ് സ്ഫെറിക്കലാണ്, യൂണിറ്റ് സ്ഫിയർ ആണ് തന്നിട്ടുള്ള സോളിഡ്. എഫ് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യണത് ഫസ്റ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടാമത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി എഫ് ഡി വി, ഇതും കാൽക്കുലേറ്റ് ചെയ്യും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഡൈവേർജൻസ്, ഈ നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് എന്ത് ചെയ്തു, ഈ ഡൈവേർജൻസ് തിയറം നമ്മൾ പ്രൂവ് ചെയ്തു.
വെരിഫൈ ചെയ്തു. ഓക്കെ, ഇവിടെ എന്താണ് എഫ്? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് എഫ് എന്നറിയണം, എന്താണ് എൻ എന്നറിയണം. എന്താണ് എഫ്? എഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. ഇതാണ് എഫ്. ഓക്കെ, എന്താണ് എൻ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തിയറം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോർമൽ വെക്ടറാണ്. എൻ ഇതാ, എൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തന്നിട്ടുള്ള സർഫസിൻ്റെ എൻ ഈസ് ദ ഔട്ട്വേർഡ് നോർമൽ വെക്ടർ. നോർമൽ വെക്ടർ ആണ് എൻ. ഇവിടെ ഏതാണ് സർഫസ്? സ്ഫിയർ ആണ് നമ്മുടെ സർഫസ്. ദ സ്ഫിയറിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് നമ്മളെ സ്ഫിയർ. ഇതിനെ ഫംഗ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതും. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു, ഒന്നെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ 1നെ ഇങ്ങോട്ട് എടുക്കുക. ദറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 1 കിട്ടും. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സർഫസ്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രേഡിയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വെക്ടറാണ്. ഗ്രേഡിയൻറ്റ് എന്നതിൻ്റെ മീനിങ് തന്നെ ഒരു സർഫസ് കിട്ടി. എങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സർഫസ് കിട്ടി. ഈ സർഫസിൻ്റെ ഗ്രേഡിയൻറ്റ് പറഞ്ഞു എന്താ? ഗ്രേഡിയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വെക്ടറാണ്. ഇവിടെ എന്താണ്? എൻ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വെക്ടറാണ്. നമുക്ക് ഇവിടുത്തെ എൻ എന്താണ്? നോർമൽ വെക്ടറാണ്. അപ്പോൾ ഈ നോർമൽ വെക്ടർ കിട്ടണമെങ്കിൽ ഏതാണോ സർഫസ് അതിൻ്റെ ഗ്രേഡിയൻ കണ്ടുപിടിച്ചാൽ മതി. എന്ന് നോർമൽ വെക്ടർ അല്ല, യൂണിറ്റ് നോർമൽ വെക്ടറാണ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ എന്താണ്? യൂണിറ്റ് നോർമൽ വെക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് എഫ് കണ്ടുപിടിക്കാൻ പോവുക. ഗ്രേഡിയൻറ്റ് എഫ് എന്താണ്? ഗ്രേഡിയൻറ്റ് എഫ് എങ്ങനെ കണ്ടുപിടിക്കുക? ഗ്രേഡിയൻറ്റ് എഫ് പറഞ്ഞു കഴിഞ്ഞാൽ എഫിനെ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. ദറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ ഒ ഐ ജെ പ്ലസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ സെഡ് കെ. നമ്മൾ ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2xi, വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 2yj, വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോഴോ 2zk. ഇനി മാത്രമല്ല എന്താണ്? യൂണിറ്റ് നോർമൽ വെക്ടറാണ് എൻ. ദെയർഫോർ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ സ്ക്വയർ എടുത്ത് നമ്മൾ ആഡ് ചെയ്യും അല്ലേ? ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അഥവാ ഐയുടെ കൂടെ എന്താണോ അതിനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 2x സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ എന്താണോ 2y സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ എന്താണോ 2z സ്ക്വയർ. ദാറ്റ് ഈക്വൽ ടു എന്താ കിട്ടുക? 2xi പ്ലസ് 2yj പ്ലസ് 2zk ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ. ദാറ്റ് ഈക്വൽ ടു 2xi പ്ലസ് 2yj പ്ലസ് 2zk ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ നമുക്കറിയാം. ദെർഫോർ ദിസ് ഈക്വൽ ടു 2xi പ്ലസ് 2yj പ്ലസ് 2zk ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് 4. റൂട്ട് 4 പറഞ്ഞാൽ 2. ദെർഫോർ ദിസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk. ഓക്കെ, അപ്പോൾ എൻ കിട്ടി. എൻ എന്താണ്? xi പ്ലസ് yj പ്ലസ് zk. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഈ എൻ ഇതേപോലെ കണ്ടുപിടിക്കണം എന്നില്ല, ജസ്റ്റ് ഇത് കാണാതെ പഠിച്ചാൽ മതി. ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുട്ബോളിൻ്റെ നോർമൽ വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് xi പ്ലസ് yj പ്ലസ് zk. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഗ്രേഡിയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ സർഫസ് ആ സർഫസിൻ്റെ ഗ്രേഡിയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസിൻ്റെ നോർമൽ വെക്ടറാണ്. അത് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ യൂണിറ്റ് നോർമൽ വെക്ടറാണ് എൻ. Therefore xi plus yj plus zk. Therefore this double integral over sigma എന്താ നമുക്ക് കിട്ടുക? xi plus yj plus zk ഡോട്ട് അല്ലേ എഫ് ഡോട്ട് എൻ, അതും xi plus yj plus zk ഇൻറ്റു ds. ദിസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ. എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക? ഇത് രണ്ടും ഗുണിക്കും, ഇത് രണ്ടും ഗുണിക്കും, ഇത് രണ്ടും ഗുണിക്കും, എന്നിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതാണ് ഡോട്ട് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു ds. വീണ്ടും നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്താണ്? 1 ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വരികയാണെങ്കിൽ അത് 1 ആണ്. ദെർഫോർ ദിസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ സിഗ്മ ds.
ഇതെന്താണ്? തന്നിട്ടുള്ള സർഫസിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ, തന്ന സർഫസിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ. ദെർഫോർ എന്താണ്? ഒരു തന്ന സർഫസ് എന്തായിരുന്നു? ഒരു ബോളായിരുന്നു അല്ലെങ്കിൽ ഒരു സ്ഫിയർ ആയിരുന്നു. റേഡിയസ് റേഡിയസ് 1 ആയ ഒരു സ്ഫിയർ ആണ്. എന്താണ് റേഡിയസ് 1 ആയ ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ? 4πr² അല്ലേ? ദാറ്റ് ഈസ് 4π ഇൻറ്റു r². r എത്രയാണ്? 1 ദാറ്റ് ഈസ് 1². ദെർഫോർ 4π. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡൈവേർജൻസ് തിയറം ഉപയോഗിക്കാതെ ഡയറക്റ്റ് ഇത് കണ്ടുപിടിച്ചു. ഡയറക്റ്റ് ഇത് എന്താണെന്ന് കണ്ടുപിടിച്ചു. ഒന്നുകൂടി പറയാം. ആദ്യം എഫ് നമ്മൾ എടുത്ത് എഴുതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഫിയറിൻ്റെ നോർമൽ വെക്ടറാണ്, യൂണിറ്റ് നോർമൽ വെക്ടറാണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും xi + yj + zk ഇതാണ് കിട്ടിയത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് x² + y² + z² ഇൻറ്റു ds ആണ്. x² + y² + z² എന്താണ്? 1 ആണ്, നമുക്കറിയാം. ദെർഫോർ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ds. ഇത് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ds ആണെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ അല്ല, അഥവാ നമ്മൾ തന്നിട്ടുള്ള സർഫസ് ഏരിയ. തന്ന സർഫസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. തന്നിട്ടുള്ള സർഫസ് പറഞ്ഞാൽ ബോൾ അല്ലെങ്കിൽ സ്ഫിയർ ആയിരുന്നു. യൂണിറ്റ് 1 ആയ റേഡിയസ് ആയ ഒരു സ്ഫിയർ, അതിൻ്റെ സർഫസ് ഏരിയ നമുക്കറിയാം 4πr². 4πr²ൽ r എന്തായിരുന്നു? r 1 ആയിരുന്നു. ദെർഫോർ 4π. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഹലോ ഹലോ ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? ഇതും കൂടി കണ്ടുപിടിക്കണം. നമ്മൾ ജസ്റ്റ് ഇത് ഇവാലുവേറ്റ് ചെയ്യും. അടുത്ത ഇതും കൂടി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടണം, 4π കിട്ടണം. ഓക്കെ, നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡിവ് എഫ് ഇൻറ്റു ഡി വി. ഡിവി എഫ് നമുക്കറിയാം. എന്താണ് എഫ്? എഫ് ഈക്വൽ ടു xi + yj + zk. ദെർഫോർ ഡിവി എഫ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും, ദാറ്റ് ഈസ് 1 കിട്ടും. വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യും, ദാറ്റ് ഈസ് 1 കിട്ടും. സെഡിനെ വിത്ത് റെസ്പെക്ട് ടു 1 ചെയ്യും, ദാറ്റ് ഈസ് എഫ് ജി എച്ച്. എഫ് പറഞ്ഞ എക്സ്, ജി പറഞ്ഞ വൈ, എച്ച് പറഞ്ഞ സെഡ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് ചെയ്യുമ്പോൾ 1 + 1 + 1 ദാറ്റ്സ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി 3 dv. ഓക്കെ, 3 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി. ഓക്കെ, ഇതെന്താണ്? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, ഒരു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി തന്നിട്ടുണ്ടെങ്കിൽ, ഇത് മാത്രമാണെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി ആണെങ്കിൽ എന്താണോ ജി, അതിൻ്റെ വോളിയാണ്. ഞാൻ ഫസ്റ്റ് ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി. ഇത് പറഞ്ഞെന്താ? എന്താണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള സോളിഡ്, അതിൻ്റെ വോളിയം. എന്തായിരുന്നു സോളിഡ്? സ്ഫിയർ. എന്താണ് സ്ഫിയറിൻ്റെ വോളിയം? 4/3πr³. ഇതാണ് വോളിയം. r എന്തായിരുന്നു? r ഈക്വൽ ടു 1 ആയിരുന്നു. ദാറ്റ് ഈസ് ഈ കേസിൽ 3 ഇൻറ്റു ആ സ്ഫിയറിൻ്റെ വോളിയം, ദാറ്റ് ഈസ് 4/3π. 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4π കിട്ടി. ദെർഫോർ നമ്മൾ ഇത് ചെയ്തപ്പോഴും 4π കിട്ടി, ഇത് ചെയ്തപ്പോഴും 4π കിട്ടി. ദെർഫോർ വാരിഫൈ ഗ്രീൻസ് തിയറം. ഇതാണ് വാരിഫൈ, അഥവാ ഇത് ശരിയാണ്, നമ്മൾ എന്ത് ചെയ്തു? വാരിഫൈ ചെയ്തു. മനസ്സിലായോ? എവിടെ? ശരി, ഇപ്പൊ കറക്റ്റ് ആയോ? കാണണ്ടോ? ഓക്കെ, ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം, ഒന്നുകൂടി പറയാം. അതിന് തൊട്ട് മുന്നേ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഫസ്റ്റ് ഇത് വെച്ച് ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് നമ്മൾ എന്ത് ചെയ്തു? 4π നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഇതും കൂടി ഇവാലുവേറ്റ് ചെയ്യണം, ഇതും കൂടി ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, വേറൊരു പേപ്പറിൽ ഞാൻ ചെയ്യാം. ദാറ്റ് ഈസ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡിവ് എഫ് ഇൻറ്റു ഡി വി. നമുക്ക് എന്താണ്? ഇതിൻ്റെ ആൻസറും 4π കിട്ടണം. അതാണ് വാരിഫൈ പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ഇത് 4π ആണെങ്കിൽ ഇതും 4π തന്നെ കിട്ടണം. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്? ഡി വി എഫ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് xi + yj + zk. എന്താണ് ഡി വി എഫ് ഈക്വൽ ടു? ദാറ്റ് ഈസ്
ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. ദാറ്റ് ഈസ് 1 + 1 + 1 ദാറ്റ്സ് ഈക്വൽ ടു 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ദിസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി 3 × dv. 3 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 3 × ട്രിപ്പിൾ ഇൻ്റഗ്രൽ dv. ഓക്കെ, ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇത്രയും കാര്യം ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആണ്. താഴെ എന്താണ്? താഴെ തന്നിട്ടുള്ളത് ഒരു സ്ഫിയർ ആണ്. ഒരു സ്ഫിയറിൻ്റെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സ്ഫിയറിൻ്റെ വോളിയം എന്തായിരുന്നു? ഇതിൻ്റെ റേഡിയസ് എത്രയായിരുന്നു? റേഡിയസ് 1 ആയിരുന്നു. എന്നാണ് ഈ സ്ഫിയറിൻ്റെ വോളിയം? 4/3 πr³. അതിലെ r 1 ആണെങ്കിൽ 4/3 π. Therefore this 3 into ഇത് പറഞ്ഞാൽ ഈ സ്ഫിയറിൻ്റെ വോളിയമാണ്. Therefore 3 into 4/3 π. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4π ആൻസർ കിട്ടും. ഇത്രയും മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലെറ്റ് f of xyz equal to ai plus bj plus ck be the constant vector field and let sigma be the surface of a solid G. Use divergence theorem to show that the flux of the across sigma is 0. എന്താ തെളിയിക്കണ്ടേ? എഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എഫ് എന്താണ്? കോൺസ്റ്റന്റ് വെക്റ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. എഫ് ഈസ് എ കോൺസ്റ്റന്റ് വെക്റ്റർ ആൻഡ് സിഗ്മ ബി ദി സർഫസ് ഓഫ് ദി സോളിഡ് ജി. അഥവാ നിങ്ങൾക്ക് തന്നിട്ടുള്ള സോളിഡിൻ്റെ സർഫസ് ആണ് ജി എന്നുള്ളത്. യൂസ് ഡൈവേർജൻസ് തിയറം. ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഔട്ട്വേർഡ് ഫ്ലക്സ് 0 ആണ് തെളിയിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ വേറെ രീതിയിലും ചോദിക്കാം. ഷോ ദാറ്റ് ഇഫ് എഫ് ഈസ് കോൺസ്റ്റന്റ് വെക്റ്റർ ആൻഡ് ജി ഈസ് എനി സോളിഡ് ദെൻ ഔട്ട്വേർഡ് ഫ്ലക്സ് ഈസ് 0. അങ്ങനെ ചോദിക്കാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് ഔട്ട്വേർഡ് ഫ്ലക്സ്. ഔട്ട്വേർഡ് ഫ്ലക്സ് ഈക്വൽ ടു എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്. ദിസ് ഈക്വൽ ടു യൂസിങ് ഡൈവേർജൻസ് തിയറം. ദിസ് ഈക്വൽ ടു എഫ് ഡോട്ട് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി എഫ് ഡിവ് എഫ് ഇൻറ്റു ഡി വി. എന്താണ് എഫ്? എഫ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വെക്റ്റർ ഫീൽഡാണ്. ദാറ്റ് ഈസ് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. എന്താണ് ഡി വി എഫ്? ഡി വി എഫ് ഈക്വൽ ടു എയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ദാറ്റ് ഈസ് 0, ബിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 0, സിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് അഗൈൻ 0. Therefore this equal to triple integral over j 0 into dv. That's equal to 0. That implies outward flux equal to 0. Okay, simple question ആണ്. പക്ഷേ എക്സാമിന് തെറ്റിക്കും. എക്സാമിന് ഇത്രയും സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? ഹലോ, ആ മനസ്സിലായില്ലേ? റിപ്പീറ്റ് ചെയ്യണോ ഇനി? വേണ്ട. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ രീതിയിൽ ചോദിക്കും. ഇഫ് എഫ് ബി എ കോൺസ്റ്റന്റ് വെക്റ്റർ. എഫ് തരില്ല. അപ്പോൾ കോൺസ്റ്റന്റ് വെക്റ്റർ എന്ന് പറയണമെങ്കിൽ എന്താണ്? ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെയുള്ള കോഎഫിഷ്യന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ലെറ്റ് എഫ് ബി എ കോൺസ്റ്റന്റ് വെക്റ്റർ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. അങ്ങനെ എടുക്കണം. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ചെയ്യണം. അപ്പോൾ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഫ് തരണമെന്നില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എഫ് തരണമെന്നില്ല. കോൺസ്റ്റന്റ് വെക്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ആയി.